ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് കുഞ്ഞാണിയൊക്കെ പറഞ്ഞു എനിക്ക് ചിരങ്ങൻ്റെ ഇല താളിച്ച് തരണം, അതുപോലെ ചിരങ്ങ കൊണ്ട് കറി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അത് രണ്ടുമാണ് ഞങ്ങൾക്ക് സ്പെഷ്യൽ കേട്ടോ. ചിരങ്ങ താളിപ്പൊക്കെ നല്ല ടേസ്റ്റാണ്, അതുപോലെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ. ചിരങ്ങ കറിയോ അതാണെങ്കിൽ പറയും വേണ്ട, നമ്മുടെ സ്കിന്നിനും നമ്മുടെ സൗന്ദര്യം കൂടാനും ഒക്കെ ഈ ചിരങ്ങൻ്റെ ഇലയും ചിരങ്ങ താളിപ്പൊക്കെ നല്ലതാണ് കേട്ടോ. ചിരങ്ങ ജ്യൂസ് അടിച്ച് കുടിക്കണതൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് സൗന്ദര്യം കൂടാനും കളർ വെക്കാനും പ്രതിരോധ ശക്തി ഉണ്ടാകാനും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ഇത് തന്നെ ഒന്ന് കറി ഉണ്ടാക്കാൻ വിചാരിച്ച് ഞാൻ നമ്മളെ പച്ചമുളകുമ്പോൾ തന്നെ നല്ല എരിവുള്ള മൂത്തൊരു 2-3 പച്ചമുളകും പറിച്ചെടുത്ത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ചിരങ്ങൻ്റെ ഇല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുകയാണ്. കാരണം പാറ്റകളും വണ്ടുകളും എല്ലാം പുഴുക്കളൊക്കെ അരിച്ചു പോയ ഇലയായിരിക്കാം. നമ്മുടെ വീട്ടിലുണ്ടായതാണ്, നല്ല വൃത്തിയുണ്ട്, ഒന്നുമില്ലാത്ത നല്ല പച്ച ഇലകളാണ്. കാരണം രാസവളമൊന്നും ഇട്ടിട്ടില്ല, ജൈവവളം കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള ഇലയാണ് കേട്ടോ. അപ്പോൾ എന്നാലും നമ്മൾ നല്ലതുപോലെ വൃത്തിയായിട്ട് കഴുകി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ച് ഇതിലേക്ക് നമ്മൾ പറിച്ചു കൊണ്ടുവന്ന് വെച്ചാൽ പച്ചമുളക് ഉണ്ടല്ലോ, മൂത്തത് 2 മതി കേട്ടോ. കൂടുതലായാൽ എരിഞ്ഞിട്ട് നമ്മൾ ഓടിപ്പോകും കേട്ടോ. ഒന്ന് നല്ലോണം ഡാർക്ക് കളർ ആവണ്ട, കാരണം നമ്മുടെ കറി കറുത്ത് പോവും. അപ്പോൾ ഒന്നിന് വാടിയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് താളിപ്പിന് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിരങ്ങ താളിപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ചിരങ്ങ താളിപ്പല്ല, ചിരങ്ങൻ്റെ ഇല താളിപ്പ്. അപ്പോൾ കുറേ ഇല ഉണ്ടെങ്കിൽ ഇത് വാടി വെന്ത് വരുമ്പോഴത്തേന് കുറച്ച് കറിയായി മാറും കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇലക്കറി എത്ര കഴിക്കുന്നത് നല്ലതാണ്. ചിരങ്ങേൻ്റെ ഇല കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെന്തപ്പോൾ അത് കുറച്ച് കറിയായി മാറിയിട്ടുണ്ട് കേട്ടോ. ചിരങ്ങ താളിപ്പ് സൂപ്പറായിട്ടുണ്ട്, ഉപ്പും മുളകൊക്കെ പാകമാണ്, നല്ല എരിവുണ്ട്. ഇനി നമുക്ക് ചിരങ്ങ കൊണ്ടൊരു താളിപ്പ് ഉണ്ടാക്കാം കേട്ടോ. ചിരങ്ങ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കറി വെന്ത് മൂടി വെച്ചതിന് ശേഷം ചിരങ്ങ എടുത്തൊരു കഷ്ണം ചെത്തി ഒരു കഷ്ണം കലത്തിലിട്ട് വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് ഇതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി ഒരു ചട്ടിയിൽ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിൻ്റെലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മളെ വെന്ത ചിരങ്ങയിലൊക്കെ ഇട്ട് കൊടുത്താലുണ്ടല്ലോ മക്കളെ, നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മളെ നാടൻ കുക്കിങ്ങാണ്, നാടൻ കറികളാണ് കേട്ടോ നമ്മുടെ ബിസ്മി വ്ലോഗ് ചാനലിൽ ഉണ്ടാവുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിലേക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസുകൾ കാണണമെങ്കിൽ നമ്മുടെ ബിസ്മി വ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ടൊക്കെ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, ടാറ്റാ.